ഒരിക്കൽ സൂത്രൻ കുളക്കരയിൽ ഇരിക്കുമ്പോൾ, എന്താണ് ഇവിടെ പരിപാടി? എണീറ്റ് പോടോ. അത് ഞാൻ തടാകക്കരയിൽ കാറ്റുകൊള്ളാൻ ഇരുന്നതാ. ഇവിടത്തെ കാറ്റൊക്കെ ഞാൻ കൊണ്ടോളാം, പോടോ. കുറച്ചു നേരം ഇരുന്നിട്ട് ഈ വാൽ കൊണ്ട് ഒരു അടി കൊണ്ടാൽ പിന്നെ കാറ്റ് കൊള്ളില്ല, തന്റെ കാറ്റ് പോകും. തടാകത്തിലെ കാറ്റ്, വെള്ളം, കല്ല്, പുല്ല് ഇതൊക്കെ വഴിപോക്കർക്കുള്ളതല്ല, കേട്ടോടോ. ധിക്കാരി, അഹങ്കാരി, പോക്കിരി. കാറ്റെന്താ അങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണോ? ഇതിന് ഞാൻ പകരം വീട്ടും. ഇത് സത്യം, സത്യം, സത്യം. ഇത് സത്യമാണെന്നോ? ഏത്? എടോ, എനിക്ക് തന്റെ ഒരു സഹായം വേണം. നമുക്ക് ഇവിടെ ഒരു കൊച്ചു തടാകം ഉണ്ടാക്കണം, ആ കോക്രാച്ചി തടാകം പോലെ. ഈ ഗുഹയ്ക്കകത്തോ? ഗുഹയ്ക്കകത്തല്ല, പിന്നിൽ ഒരു പാറക്കുഴിയില്ലേ, അത് തടാകമാക്കാം. അതെങ്ങനെ? പുഴയിൽ നിന്ന് ഒരു 500 പാത്രം വെള്ളം പാറക്കുഴിയിൽ ഒഴിച്ചാൽ മതി, ഈസിയാ. 500 അല്ലേ? ഈസിയോ? പിന്നെ തടാകത്തിന്റെ ഒരു ഫീൽ കിട്ടാൻ കുറച്ച് ഉരുളം, കല്ല്, മണൽ ഇതൊക്കെ വേണം. 2-3 തവള, 4-5 മീൻ ഇതും കൊണ്ടിട്ടാൽ കുറച്ചുകൂടി ഫീൽ കിട്ടും. ഫീൽ കിട്ടാൻ ആദ്യം മീൻ കിട്ടണ്ടേ? അതൊക്കെ കിട്ടുമെന്നേ. ഇത് എന്റെ ഒരു വാശിയാടോ, വാശി. വാശിയാണെങ്കിൽ ഞാൻ റെഡിയാക്കാം സൂത്ര. മണ്ടൻ, എന്തു പറഞ്ഞാലും ചെയ്തോളും. സൂത്ര, തടാകം റെഡി. 512 പാത്രം വെള്ളം കൊണ്ടുവന്നു. ഏഹി, ഗുഡ്. പിന്നെ 70 കല്ല്, മണൽ, 4 തവള, 3 മീൻ, ഒരെണ്ണം ചത്തതാ. പിന്നെ മതി മതി, ഇനി എനിക്ക് അവിടെ ഇരുന്ന് കാറ്റ് കൊള്ളണം. അയ്യോ, കാറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കുഴപ്പമില്ല, അത് ഞാൻ സംഘടിപ്പിച്ചോളാം. ഫീൽ കിട്ടാൻ കൊണ്ടുവന്നതാ, ദിവസക്കൂലിക്കാ. തനിക്കെന്താണ് ഇവിടെ കാര്യം?